മുൻപ് നമ്മളെ ഒരു മെൻസ്ട്രൽ മൈഗ്രെയിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കമൻസിലൊക്കെ ഒരുപാട് മൈഗ്രെയിൻ്റെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ മൈഗ്രെയിൻ ഇങ്ങനെ ട്രിഗർ ആവാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വെള്ളം കുടി. പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ട്രിഗർ ആവാനുള്ള ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പല ഡെഫിഷ്യൻസീസ് അത് നമുക്ക് പലപ്പോഴും ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വെള്ളം കുടി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഷുഗർ ലെവൽ നമ്മൾ ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുഗർ ലെവൽ കുറയാറുണ്ട്. അങ്ങനെ കുറയുമ്പോൾ പലപ്പോഴും ആളുകളിൽ ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഉറക്കം കുറവില്ല ആളുകളിൽ. ഉറക്കം നമ്മൾ കുറയുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് കിട്ടുകയില്ല. നമുക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള ഇറിറ്റേഷൻസ് ബ്രെയിനിന് വരികയൊക്കെ ചെയ്യും. അതും ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ, ആങ്സൈറ്റി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ചായ, കോഫി അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളത്തെ ഭക്ഷണങ്ങളൊക്കെ സാധാരണ നോർമലായിട്ടുള്ളൊരു മൈഗ്രെയിന് അധിക പേരിലും നമ്മൾ ഇത് ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വെയിൽ നന്നായിട്ട് കൊള്ളുക, ലോങ് ടൈമായിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുക, അതുപോലെ കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുക എന്നൊക്കെ ചെയ്യുന്നതൊക്കെ ഐ സ്ട്രെയിൻ വരുന്നത് കാരണമൊക്കെ ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോഡിയം, പൊട്ടാസ്യം പോലുള്ള നമ്മുടെ മിനറൽസിൽ വരുന്ന ചേഞ്ചസ് കാരണമൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ആകുന്നത് നമ്മൾ കാണാറുണ്ട് ആളുകളിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. അതാണ് ഈ ഒരു മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്.